എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഓരോരോ പരിപാടിയാവൂല്ലേ? എല്ലാവർക്കും അവധിയല്ലേ. നമുക്ക് പക്ഷെ എന്താ പണീന്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ഇന്നാണ് ലീവ് ആക്കണ്ടേ, പക്ഷെ നമ്മൾ പണിക്കാർ ഇന്നലെ ലീവ് ആക്കിയായിരുന്നോ ഇന്ന് പണിയുണ്ട്. നമ്മളെ പുറം ഭാഗം തേപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിന്ന് പേടിപ്പിച്ച് മഴ ഉണ്ടായിരുന്നു, രാവിലെ തന്നെ ഇരുട്ടായിട്ട് വന്നു. അപ്പൊ വിചാരിച്ചു എന്താന്ന് വിചാരിച്ചു. ആ മഴ അങ്ങനെ പോയി, കുഴപ്പമൊന്നുമില്ല. എന്നാലും ചെറിയ ഷീറ്റൊക്കെ നമ്മൾ മേടിച്ചെടുത്തിട്ടുണ്ട്. ഒന്നും നമ്മളിഞ്ഞ് വീടിന്റെ പണി കാണിക്കില്ല, ഒന്നുകൂടി ആയിട്ട് പണി ഫുള്ള് കുറച്ച് പുറമൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മള് ഉച്ചക്കത്തെ വിശേഷമായിട്ടാ വന്നത്. പിന്നെ വൈകുന്നേരം ആയാ പിന്നെ ഭയങ്കര മഴേന്റെയും പിന്നെ എവിടെയൊക്കെ പോവാണ്ടോ, നമുക്ക് ഫ്രണ്ടുകളെ വിളിക്കും, അപ്പൊ ഓരൊപ്പം പോകണം. പിന്നെ എങ്ങോട്ടേലൊക്കെ പോകണ്ടാവും. പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ്, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ വിചാരിച്ചപ്പോ നമ്മള് വിചാരിച്ചു എന്താന്ന് ഉച്ചക്കുള്ള വിശേഷമായിട്ട് വരാ വിചാരിച്ചു. അപ്പൂസും ഉണ്ട്. അപ്പൂസ് പിന്നെ ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് റബ്ബറിട്ട് കഴിഞ്ഞ് വന്നു. ഇപ്പൊ നാളല്ല, പിന്നെ നമ്മൾ ഇന്നലെ വാഷ് സ്പേസ് അവിടെ വെക്കണേന് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഹാളിൽ നമുക്ക് വെക്കാൻ കഴിയില്ല. അവിടെ നമ്മൾ കുറെ ആൾക്കാരെ കൊണ്ട് നോക്കിച്ചു. അപ്പോൾ എങ്ങനെയായാലും അവിടെ തന്നെയാണ്. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ അവിടെ വെക്കുമ്പോൾ, അല്ലേ? സാറില്ല, പക്ഷെ അത്രല്ലേ ഉള്ളു അവിടെ സ്പേസ്. കുറെ ആൾക്കാര് ചോദിച്ചപ്പോ നമുക്ക് ഉത്തരം പറയാന്. പിന്നെ അടുക്കള അങ്ങോട്ടാകുമ്പോ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മൾ അവിടെ തന്നെയല്ലേ ഭക്ഷണം കഴിക്കുക. ശരിക്കും നമുക്കത് റൂമാക്കിയെന്ന്, പക്ഷെ ഇതായി അപ്പൊ നമുക്ക് അറിയില്ല അതിനെ പറ്റി. നമുക്ക് ബാത്റൂം ഉണ്ടാവില്ല. പിന്നെ പൂജാ റൂമിന്റെ അടുത്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും, അമ്മയ്ക്കൊക്കെ എല്ലാവർക്കും പൂജാ റൂം വേണമെന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിരിക്കാന്. അപ്പൊ അല്ലെങ്കിൽ അവിടെ വാഷ് ബേസ് ഒക്കെ ശരിക്കാക്കാം. അപ്പൊ അവിടെ ബാത്റൂം ആക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് കോണീന്റെ അടിയിൽ ബാത്റൂം നോക്കുമ്പോ ഒന്നിനും പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷം. ക്യാമറ പിടിച്ചപ്പോ ക്യാമറ വാങ്ങിയ മെല്ലാണ് മിന്നു. ഓരൊന്നാമത് എന്താ നമ്മള് പിടിച്ചു നിർത്തിയതാണ്, അല്ലെങ്കിൽ ഒപ്പം പണിസ്ഥലത്തെത്തണം. അവിടെ ഓരോരുത്തങ്ങനെ നോക്കിക്കുന്നു. ഞാനും പിന്നെ പണിയിരുന്നിട്ട് നോക്കിക്കുന്നു. ഞാൻ ഇപ്പൊ വന്ന് കുളിച്ച് നമ്മൾ എന്തെങ്കിലും വിശേഷം ചെയ്യണ്ടേ. 7 മണിയാകുമ്പോഴത്തേനുള്ള നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിട്ട് നമ്മള് അപ്പൊ നമ്മളിന്ന് എന്താ പറയാ സ്പെഷ്യൽ ഉണ്ടാക്കണേ? എന്താണ് സ്പെഷ്യൽ? എന്താ നമ്മള് എവിടുത്തെ സ്പെഷ്യൽ ഉണ്ടാക്കണമെന്ന് അങ്ങനെ ചോദിച്ചാല് ഒരു സ്പെഷ്യൽ എവിടുത്തെ എനിക്ക് അറിയില്ല. നമ്മൾ ഇന്നലെ രാത്രി അയിലമീൻ വാങ്ങിയിരുന്നു. 100 രൂപയ്ക്ക് കുറെ കീസ് നിറച്ച് 1.25 കിലോ. അപ്പൊ അത് വെച്ചിട്ടാണ് നമുക്ക് ഇന്ന് കുക്കിങ്ങിനാണ്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇന്നലത്തെ മീൻകറി നമ്മള് അതിന്റെ പകുതി എടുത്തിട്ട് ഇന്നലെ കറി വെച്ച്, പകുതി അവിടെ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പൊ ഇന്ന് അതെടുത്തിട്ടാണ് നമ്മള് അയിലക്കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ചോറ് വെന്തിട്ടുണ്ട്, കറി ആക്കണം. പിന്നെ പയറും അമ്മേന്റെ ഫേവറേറ്റ് ആണ് കൈപ്പങ്ങ. അതായത് കൈപ്പങ്ങക്ക് എന്താ വേറെ പേര്? പാവയ്ക്ക. അല്ല, മീൻ കൊണ്ട് എന്താ നമ്മള് വെറൈറ്റി ഏതാണ്? മീൻ കൊണ്ട് നമുക്ക് ഏതാ വെറൈറ്റി? അപ്പൂസേ ഏതാ വെറൈറ്റി പറഞ്ഞേ? അറിയില്ല. എന്താ പറയാ, അടിപൊളി ടേസ്റ്റിനുള്ള ഒരു മീൻകറി. പേരെന്താണ് മീൻ്റെ? അയില കൊണ്ട് സ്പെഷ്യലിന്റെ പേരെന്താണ്? അല്ലേ വെറൈറ്റി? നമ്മൾ എന്നും ചെയ്യണ പോലെ നമ്മൾ ഉണ്ടാക്കണത്. ഉള്ളി തക്കാളി ഒക്കെ വഴറ്റിയിട്ട് മസാല ഇട്ടിട്ട് പുളി അല്ലെങ്കിൽ കുടംപുളിയൊക്കെ ഒഴിച്ചിട്ടല്ലേ വെക്കണേ. പക്ഷെ ഇന്ന് നമ്മള് തക്കാളി വഴറ്റുന്നുണ്ട്, പക്ഷെ നമ്മള് പേസ്റ്റ് ആക്കിയതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ കറിക്ക് ഒരു കട്ടി ഉണ്ടാവും. നമ്മളെ ചട്ടി അടുപ്പത്ത് ചൂടാകാൻ വെച്ചത് ഞാൻ, അതിന്റെ കരിഞ്ഞ മണം വരുന്നുണ്ട്. അത് ചോറ് വന്നപ്പോ കണലത്ത് ഒന്ന് ചൂടാകാൻ വെച്ചതാട്ടോ. അപ്പൊ അന്ന് നമ്മളെ സാധാ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്തായാലും ചോറ് വെച്ചതിന്റെ കണലുണ്ട്. അപ്പൊ ഗ്യാസ് ഉണ്ടാക്കണ്ട, ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ആ കണലത്ത് കിടന്ന് ഇങ്ങനെ തിളച്ച് വേവിച്ചെടുക്കാൻ. പുതിയ പൂച്ച ഇതേതാടാ? ഒന്ന് കൊറേ കോഴിക്കണ്ടല്ലോ ഇവിടെ. നമ്മള് പുറത്തിറങ്ങിയപ്പോ അപ്പൊ തന്നെ പൂച്ചാണ് അതിനെ കാണാത്ത പൂച്ചയാണ്. ആര് ചാക്കല കോഴിക്കള ഞാൻ മെനക്കെട്ട് അടിച്ചൊരു സ്ഥലമാണ്. ഇപ്പൊ നമ്മളെ വീടിന്റെ അടി കുറച്ച് വെളിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ മുറിച്ചു, മരം മുറിച്ചിട്ട്. എന്താ അമ്മ മുടി കെട്ടാക്കണം? വെറൈറ്റി അപ്പൂസിനെ പോയിട്ട് അപ്പൂസിനെ കിട്ടൂല. അമ്മേന്റെ എണ്ണക്കൂട്ടൊന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോ അതിന് എണ്ണക്കൂട്ട് പറഞ്ഞാല് ആ എണ്ണ കഴിയാതെ ഇനിയിപ്പോ എങ്ങനെ ഉണ്ടാക്കുക അല്ലേ? അപ്പൊ എണ്ണക്കൂട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ നമ്മളതില്.
അത് ഞാൻ പിന്നെ പിന്നെ ചോദിച്ചിട്ടുണ്ട്. മുഞ്ഞേന്റെ എല്ലാം ചോദിച്ചിട്ടുണ്ട് എന്താന്ന്. പക്ഷേ ചില നമ്മള് കാണിച്ചു തന്നിട്ട് ഇപ്പൊ നമ്മൾ അവിടെ ഉള്ളത് പുതിയ വീടിന്റെ അവിടെ ഉള്ളത് ഇവിടെ ഉണ്ട്. പക്ഷെ നോക്കട്ടെ പറ്റുമെന്നുണ്ട് കാണിച്ചാൽ ഒരു നല്ല മണമുള്ള ഒരു അല്ല സാധനം. നമുക്ക് അടുത്ത വീട്ടിൽ നമ്മളെ വീട്ടിൽ പോകുമ്പോ നമ്മളെ വീടിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. അത് കാണിച്ചു ഈ തരാം. കുഞ്ഞു കുട്ടികളൊക്കെ നമ്മള് കുളിപ്പിക്കുന്ന വെള്ളത്തില് കയ്യില് ഇതാക്കിയിട്ട് ആ വെള്ളത്തിൽ ചേർക്കും. നമുക്ക് തലവേദനക്ക് അത് ഇതാക്കിയിട്ട് ഒന്ന് കുട്ടികൾ കരയുമ്പോഴൊക്കെ എന്താ എണ്ണ വെച്ചിട്ടൊക്കെ ചെയ്യില്ലേ പണ്ടുള്ള ആൾക്കാര് തിരുമ്മിട്ട് അങ്ങനെ പതപ്പില് കുട്ടികൾക്കും എല്ലാവർക്കും നല്ലതാണ്. അതാണ് ആ സാധനം കേട്ടോ. അതൊന്നും അറിയാത്ത ഉണ്ടോ ചുരുക്കം ആൾക്കാരുണ്ടാവുള്ളൂ. കാരണം അത്രയും നല്ലൊരു മരുന്ന്. ഇപ്പൊ മീൻകറി ഉണ്ടാക്കല്ലേ? മീൻകറി ഉണ്ടാക്കലമ്മ സ്പെഷ്യല്. അപ്പൊ നമ്മളെ കണ്ടില്ലേ സാധാ അടുപ്പ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ കുറച്ച് കാണലുണ്ടായപ്പോ അമ്മേന്റെ കഷായ ചട്ടി മാറ്റിച്ച് അമ്മ വന്നേക്ക് അമ്മ കഷായത്തിന് എടുത്തു. അപ്പൊ എന്നാ അമ്മയോട് ഞങ്ങട്ടെ പിന്നെ വേറെ കഷായം വെക്കുള്ള വറച്ചുണ്ടല്ലോ ഇവിടെ. അത് വലിയൊരു കലാണ്. പക്ഷെ ഈ ഒരു നുള്ള് ഒരു ക്ലാസ്സേ ആവശ്യമുള്ളൂ കഷായം. അതിന് വലിയൊരു പാത്രം വേണ്ടാന്ന് അമ്മേന്റെ അഭിപ്രായം. അപ്പൊ നമുക്ക് മീന് പുതിയ അല്ലെങ്കിൽ അമ്മയ്ക്ക് പുതിയ കഷായത്തിന്റെ വാങ്ങേണ്ടി വരും. അപ്പൊ എങ്ങനത്തെ മീൻ കറി നോക്കട്ടോ. മലപ്പുറം സ്റ്റൈലാ നമ്മള് കണ്ണൂർ സ്റ്റൈൽ അതല്ലാന്ന് വേറെ ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് കണ്ണൂരത്തിലുള്ള ആൾ പറഞ്ഞതാണ്, അതുകൊണ്ടാണ്. അതന്നെ അപ്പൊ വയറിങ്ങിന്റെ കൊറേ സാധനങ്ങളുടെ ബോർഡ് ചപ്പാത്തിന്റെ ഒക്കെ വയറിങ്ങിന്റെ കൊറേ കട്ടിങ്സ് ഉണ്ട് അമ്മയുടെ. ഇഷ്ടംപോലെ ഉണ്ട്. കത്തനല്ല അത് ഗ്യാസ് തന്നെ ഉണ്ടാക്കുന്നല്ലേ. പക്ഷെ മൺചട്ടി ആകുമ്പോ അതിലുണ്ടാക്കുന്ന രസമല്ലേ. സാധാ അടുപ്പില് അമ്മയ്ക്ക് നിക്കാൻ സ്ഥലമല്ല. അങ്ങോട്ടും നോടിയാൻ വന്നാല് ഇപ്പൊ ചെറിയ വിറകൊന്നും വെച്ചുള്ളല് വിറകൊന്നുമില്ല. അപ്പൊ എന്താ ചെന്നൈയിലട്ട ഉണ്ടാക്കി കൊടുക്കണത്. തുറന്നിട്ടല്ലേ അമ്മ ലൈറ്റ് ഉണ്ടാവില്ല. നോക്കി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ചട്ടിയില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞോ കുറച്ച് കറിയിലുള്ളൂ. എന്നാലും ഉലുവ ഒത്തിരി മതി. പിന്നെ നീ പൊടിച്ച് വെച്ചാലും ആ ഉലുവ പൊടി ലൈറ്റ് കമ്മി നമുക്ക് അതാണ്. അപ്പൊ അങ്ങനെ എണ്ണയ്ക്ക് ഉലുവ ഇട്ടു. എപ്പോ മീൻകറി വെക്കുമ്പോഴും ഉലുവ ചേർത്ത് കൊടുത്തോട്ട് കേട്ടോ. ഉലുവേന്റെ ഒരു രസം വേറെ തന്നെയാണ്. ഉലുവ പൊടിച്ച് കുപ്പിയിലാക്കി വെക്കാം അല്ലേ. എന്നാ ഇങ്ങനെ മീൻകറിയിൽ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ എണ്ണയിൽ പൊട്ടിക്കണം. ഈ വലിയ കൊള്ളിയെ കൊണ്ട് നിൽക്കാൻ കണ്ടോ. നിക്കാൻ സ്ഥലം കുറവാ. ചട്ടിക്ക് ചെറിയ കൊള്ളിൻ്റെ ഞാനൊക്കെ അവിടെ നിന്നോളെ മകളൊന്നും നിക്കണ്ട. ഇത് കയ്യോളം നിങ്ങൾ നിൽക്കണ്ട. അപ്പോൾ ഉലുവ കളറ് മാറിയപ്പെട്ടോ. ഈ ഉള്ളി ചെറുതാക്കി കൊത്തി കഴിഞ്ഞിട്ടുള്ള ഉള്ളി. അപ്പോൾ ഇത് വലിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താലും രസമാണ്. വലിയ ഉള്ളിനേയും കൂടെ രസമാണ് ചെറിയ ഉള്ളി എന്ന് പറയുന്നേക്കാം. നമ്മൾ വലിയ ഉള്ളിയായിട്ട് ഇട്ട് കൊടുത്തത്. ഇത് കുറച്ചൊന്ന് കളറ് മാറി കിട്ടണം. അപ്പോഴേക്കും അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി നമ്മളെ സ്ഥിരം ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി നമ്മളെ ഇല്ലാത്ത പരിപാടിയില്ല. അത് വേണല്ലേ അമ്മ. നമ്മളെ ലതാമറിയ അയ്യോ എനിക്ക് വെളുത്തുള്ളിയില്ല. ലതാമ എന്താ പറയാ അമ്മയാണ്. അമ്മയാണ് വിളിച്ചിട്ടില്ല. വയ്യാന്നൊക്കെ പറഞ്ഞതേനു. ഒന്ന് വിളിക്കണം. അപ്പൊ ഒന്നാന്ന് വെച്ചാൽ ഒക്കെ നമുക്ക് ഈ വാട്സപ്പിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ ഈ വാട്സപ്പില് വന്നിട്ട് എല്ലാരും നമ്മളെ കുടുംബക്കാരൊക്കെ എന്നും ഓരോരുത്തരെ വിളിക്കാൻ പറ്റാത്ത അത്രത്തോളം അടുത്തു എല്ലാരായിട്ടും. കാരണം ഒന്നാമത് നോൺ വെജ് കൂട്ടാത്ത ആളാണ്. അപ്പൊ ഒരു നമ്പൂരിയും. അപ്പൊ അത് കാരണം ഞാൻ എന്നോട് എപ്പോഴും പറയും ഞാൻ ഉണ്ടാക്കണ എല്ലാത്തിനും വെളുത്തുള്ളി ഉണ്ടാവും. അത് കാണുന്നത് എന്റെ ഇഷ്ടമല്ല. എല്ലാത്തിനും വെളുത്തുള്ളി ഇടും പറയും. അല്ലെങ്കിൽ ചിക്കൻ ആയാലും മീനായാലും ഇത് നമുക്ക് നിർബന്ധമാണല്ലോ അല്ലെ. സാമ്പാറിലും ഇടും. അപ്പൊ എന്ത് നമുക്ക് പറയാൻ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ അല്ലേ അതാണ് നമുക്ക് എന്ന് നമ്മളെ വർത്താനം അന്വേഷിക്കാനും വിളിച്ചന്വേഷിക്കാനും വാട്സപ്പിലും കോളായിട്ടും ഫുൾ ടൈം നമുക്ക് ആൾക്കാരാണ്. സമയമല്ല, ഒരു മിനിറ്റ് പോലും ഇപ്പൊ സത്യത്തില് സമയമില്ലാതെ എല്ലാരായിട്ടും സംസാരിച്ച് നമുക്ക് അതാ വേണ്ട. ബന്ധങ്ങളാ വേണ്ട. നമ്മൾക്ക് അതേപോലെ നമ്മളെ വിളിക്കുന്ന നമ്മളൊരു സെലിനത്താത്ത ഉണ്ട്. അപ്പൊ സെലിനത്താത്ത എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ദിവസം വരുമ്പോ ഇതേപോലെ മീൻകറി ഉണ്ടാക്കണം. ഈ അടുപ്പത്ത് നിന്നിട്ട് ഗ്യാസുമല്ല അടുപ്പത്ത് അയലക്കറി ഉണ്ടാക്കിയിട്ട്
ചോറ് വേണം പറഞ്ഞിട്ടുണ്ട്. കൊടുക്കാം. അപ്പൊ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അപ്പളേ പറഞ്ഞിട്ടുണ്ട് നാളെ ഞാൻ അയലക്കറി ഉണ്ടാക്കുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മളെ മേലാറ്റൂരിൽ താത്തണ്ട്. മേലാറ്റൂർ പറഞ്ഞാൽ നമ്മളെ ഏകദേശം എടുത്താട്ടോ. അപ്പൊ മേലാറ്റൂർ താത്ത തൃശ്ശൂര് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഇപ്പഴേ കണ്ണിന് ചെറിയ പ്രശ്നമാണ്. അപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ വിളിച്ച് കരഞ്ഞു. അപ്പൊ എല്ലാ നമ്മളെ വിശേഷങ്ങൾ കാണുന്ന എല്ലാ നമ്മളെ കുടുംബാംഗങ്ങളും താത്താക്ക് വേണ്ടിട്ട് അസുഖം മാറാന്ന് പ്രാർത്ഥിക്കാനാണ്. കാരണം നോട്ടം കണ്ണാകെ പതറാണ്. കറക്റ്റ് ഒരു ഇതിക്ക് കാഴ്ച കണ്ണ് പോണേ. അപ്പൊ വീണ് പോകൂലേ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ കൊറേ പൈസ ആയി ഒക്കെ പറഞ്ഞു. എന്നാലും വേണ്ടില്ല അസുഖം ഒന്ന് മാറി വരാൻ എന്നോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഫാമിലിയിൽ എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. അതിൽ കൂടുതലൊന്നുമില്ല. അതിന് തെളിവാണ് ഞങ്ങള്. അതന്നെ അതെ. അസുഖം ഒന്നല്ലെങ്കിൽ ഒന്ന് വേറെ രൂപത്തിൽ വരും. ഇന്നിപ്പോ വയറുവേദന, നാളെ കാര്യവേദനയും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എല്ലാവർക്കും. പക്ഷെ അതിനൊക്കെ പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് പ്രാർത്ഥന നമ്മളെ മനസ്സിന്റെ ബലവും. പിന്നെ ഇപ്പൊ ഞങ്ങൾ അസുഖം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ പറയണില്ല. കാരണം എല്ലാവരും കമന്റിൽ പറയണ്ട അസുഖം വെറുതെ പോരടിപ്പിക്കണ്ട. അപ്പൊ ഞങ്ങളിപ്പോ പറച്ചിൽ നിർത്തി. അതാ പറഞ്ഞതേ നമുക്ക് എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒന്ന് ഓരോ തരത്തില്. ഞങ്ങൾക്ക് ഇപ്പൊ 4 ആൾക്കും 4 തരം അസുഖമാണ്. അസുഖമില്ലാത്ത ആൾക്കാർ കണ്ടാലും കുഴപ്പമില്ല. നമ്മള് പറയണില്ല. അവിടെ നമ്മളെ വീട് നമ്മളെ വിശേഷങ്ങൾ കാണുന്ന ആൾക്കാർക്ക് ഒരു ബോറടിയാ വരുന്നത്. കാരണം നമ്മളോടൊക്കെ ഒരു ടെൻഷൻ വരരുത്. നമ്മളെ വീഡിയോ കാണുമ്പോൾ ഒരു ഹാപ്പിയാണ്. അത്രേ ഉള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മള് കാരണം മറ്റുള്ളവര് ഹാപ്പിയാണ് അല്ലേ. നമ്മളെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗൾഫിലുള്ള ആൾക്കാർക്കും നമ്മളെ നാട്ടിലുള്ള എല്ലാവർക്കും ഉണ്ട് അനുഭവിക്കുന്നവരുണ്ട്. കാരണം നാട്ടിൽ നിന്നിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഗൾഫിൽ പോയിട്ട് കുടുംബക്കാരെ കാണാതെ വീട്ടുകാരെ കാണാതെ അധ്വാനിക്കുന്നവരുണ്ട്. അപ്പൊ എല്ലാവർക്കും നമ്മളെ ഇത് കാണുമ്പോ ഒരു സന്തോഷം എല്ലാരും നമ്മളോട് പറയും. നമ്മളെന്ത് ഇട്ടാലും കാണാൻ റെഡിയാണ്. പിന്നെ എത്രയും വർഷമായിട്ട് ഗൾഫിൽ വന്നിട്ട് കുറെ ആൾക്കാർക്ക് വീടില്ലാത്തതുണ്ട്. അത് കാണുമ്പോ എനിക്കൊരു സന്തോഷാണ്. അപ്പൊ നമ്മള് ഉള്ളി മൂത്തുണ്ട് കേട്ടോ. അപ്പൊ പച്ചമുളക് നമ്മള് ചേർക്കണ്. നമ്മള് ഈ മുളക് ഉള്ള കാരണം നമ്മള് പച്ചമുളക് വാങ്ങലില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പച്ചമുളക് വാങ്ങാ പറഞ്ഞ് നിക്കണ്. എരി കിട്ടിയാ പോരെ വിചാരിച്ചിട്ട് എല്ലാം അരച്ച് വെച്ച് ഇന്ന് രാവിലത്തെ കടിയൊന്നുമില്ല. ചട്ടിയില് കുറച്ചുണ്ട് ഉപ്പുമാവ്. മുറുക്ക് ഗോതമ്പ് അല്ലേന്നോ. മീൻകറി ഉണ്ടെങ്കിൽ അപ്പത്തിന് നല്ല പോക്കാം. അപ്പോൾ എന്തായാലും കുറച്ച് കറിവേപ്പില കേട്ടോ. കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കുള്ളൂ. പിന്നെ ലാസ്റ്റ് ആയിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് ഒരു നല്ല ടേസ്റ്റിന്. പിന്നെ കണ്ടോ ഈ മുളകിന് ഇട്ട് കൊടുത്തു. പച്ചമുളക് ഇതിലേക്ക് ആക്കി കൊടുക്കുന്നത് എന്താണെന്ന് അറിയാമോ? തക്കാളി കേട്ടോ. തക്കാളി നല്ലോണം അരച്ച് വെച്ചതാണ്. അപ്പോൾ എപ്പോഴും പറയലുണ്ട് നമ്മൾ തക്കാളി ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തക്കാളി നമുക്ക് പൊതുവെ നമ്മൾ എന്ത് കറിയാണെങ്കിലും സാമ്പാറാണെങ്കിലും എടുത്ത് ഒറ്റാറാ അല്ലേ. അത് തിന്നാൻ വലിയ ഇഷ്ടം ഉണ്ടാവില്ല ആർക്കും. അപ്പം അങ്ങനെ അരച്ചാൽ നമ്മളെ കറി കൂടെ നമ്മളറിയാതെ അങ്ങനെ കഴിച്ചു പോകും. അപ്പം കളയേണ്ടി വരില്ല. അപ്പം ഇത് വെറും തക്കാളി അല്ല, ഒരു 2 മണി വലിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും കൂടിയാണിത്. ഈ തക്കാളിൻ്റെ ആ ഒരു പച്ചച്ച ഉണ്ടാവില്ലേ, അതൊന്ന് മാറി കൊടുക്കണ്ട. അത് മാറിയിട്ട് നമുക്കിതിലേക്ക് മസാല ചേർക്കുക. അപ്പം ഇനി മസാല ഇട്ട് കൊടുക്കുക. തക്കാളിൻ്റെ ആ ഒരു മണക്കം മാറിയിട്ടുണ്ട് കേട്ടോ. മുളകും പൊടി അപ്പൊ കുറച്ച് എന്താ പറയാ ചാറിൽ ചെറിയൊരു മാറ്റം വന്നില്ലേ ഇപ്പൊ? ചെറിയ മാറ്റമുണ്ട്. ടേസ്റ്റ് മാറും അല്ലേ? ചെറിയ മരത്തിന് വലിയ ടേസ്റ്റ് ഉണ്ടാവും. അന്ന് തക്കാളിന്റെ ഒപ്പം നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അങ്ങോട്ട് അരച്ചതാണ്. ഇതിപ്പോ എണ്ണയിൽ ഇഞ്ചിയും വെളുത്തുള്ളി മൂപ്പിച്ചതാണ്. അപ്പൊ അതിനുള്ളൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയാണ്, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. എണ്ണയിൽ മൂപ്പിക്കുമ്പോ വേറെ ടേസ്റ്റ് അല്ലേ, അരയ്ക്കുമ്പോ വേറെ. അല്ല, അരച്ചാലും എണ്ണയിലിടാ, അപ്പൊ വേറെ ആവും. അപ്പൊ എന്താണെന്ന് അറിയാം, നമ്മള് കുറച്ച് ചാറിലുണ്ടാക്കണം കേട്ടോ. കാരണം നമ്മൾക്ക് ഉച്ചയ്ക്കും രാത്രിക്കൊക്കെ ഉള്ളൊരു കറിയാണ് കേട്ടോ. ഇനി രാത്രി ഇപ്പൊ ഞാൻ അയച്ചിന്ന് കറി ഉണ്ടാക്കൂല. വറ്റിച്ചെടുക്കണവർക്ക് കുറച്ച് കറി കണ്ടിട്ട് കാട്ടിയാൽ മതി. പിന്നെ ഇവിടെ സന്തോഷന് ഒരു കൊടംപുളിനോട് വലിയ താല്പര്യം ഇല്ല. അതുകൊണ്ട് കൊടംപുളി വേണ്ടല്ലോ. നിങ്ങൾക്ക് കിട്ടണ പ്രശ്നമൊന്നുമില്ല.
എങ്ങനെയാലും കൊണ്ടുപോയിട്ട് വെച്ചാലോ അങ്ങനെ എങ്ങനെയാലും മതി, നിങ്ങൾ ഇഷ്ടം മതി. ഞാൻ പുളിയാണ് വെള്ളത്തിലിട്ടത്. കാരണം ആ കുടംപുളിയുടെ രുചി അത്ര എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല. ആ ഒരു മണ്ണൻ ചായ കോടംപൊടി ഇട്ടാലാണ് മീൻകറിക്ക് റെഡി ആയിട്ടല്ലേ? ഇനി ഈ ഇട്ട മസാല ഒന്ന് മസാല ആ മണമൊന്ന് മാറിയാൽ മതി, ആ പച്ചമണം ഒന്ന് മാറിയാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിക്ക് പുളി കലക്കി കൊടുക്കണം. എന്താ അമ്മ പറയണ്ട്, പാട്ട് പാടണമെന്നുള്ള പ്രശ്നം ഉണ്ടോ അമ്മക്ക്? പാട്ട് പെട്ടെന്നൊക്കെ പാട്ടുണ്ടാവും അറിയാം. അമ്മ എന്താ എൻ്റെ കൂടെ കാട്ടുന്നത്? അമ്മ 2 മണി അമ്മ കുടംപുളി മുറിക്കണ്ട. എന്താ മുറിക്കണ്ട പറയണ കാരണം എന്നറിയോ? നമ്മളിങ്ങനെ ഇട്ടാല് നമുക്ക് വീണ്ടും ഇത് ഉപയോഗിക്കാം അടുത്ത കറിക്ക്. എല്ലാവർക്കും പഠിച്ചു വെച്ചിട്ടുണ്ട്. ആരാണൊക്കെ ഐഡിയ പറഞ്ഞത്? ഞാൻ സ്വന്തം കണ്ടുപിടിച്ചത്. എങ്ങനെയുണ്ട്? മറ്റേതേ നമ്മള് ഒരു കറി കഴിഞ്ഞാൽ ആ കുടംപുളിനെ എടുത്ത് കളയല്ലേ. അപ്പൊ ഞാൻ 2 കറിക്കൊക്കെ ആ കുടംപുളിനെ എടുത്ത് കഴുകിയിട്ട് എടുത്തേക്കും. പിന്നെ കുടംപുളി കിട്ടില്ല നമുക്കറിയാം. ഇതാണ് കൂടുതൽ കുടംപുളി ഇട്ടപ്പോ നമ്മളെ യൂസഫ് നീലഗിരി നീലഗിരി എന്താ പറയാ നമ്മളൊരു ഏട്ടൻ ഇക്കാക്കാണ്. ഉപ്പ് എല്ലാരും കൂടി എല്ലാരും കൂടിയാണ് അമ്മ മാറുന്നല്ലേ ഫാമിലി. കാക്ക എന്തും പറയാം, പറയാം എല്ലാതും പറയാം. കൂടിയത് ഇത് പുളി ഒന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. ഓവർ പുളിയൊന്നുമില്ല. അപ്പൊ ഈ കുടംപുളി ഇട്ട് കൊടുക്കാം. അപ്പൊ എല്ലാ പുളിയും കൂടി ആകുമ്പോ പുളി ഏറുമെന്നൊരു സംശയം ഉണ്ടാവും. എന്നാലും ഞാനിങ്ങനെ കറി വെച്ചപ്പെട്ടപ്പോ അങ്ങനെ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പൊ ഓവർ പുളിയില്ല, കാരണം കറി നല്ല ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഇത് പാക്കണേല് ഇഷ്ടംമാരി ഉണ്ടോന്നല്ലേ? പാക്കണേല് വാങ്ങിയത് എന്താ അറിയില്ല, നമ്മക്ക് തന്നു. എന്താ നമുക്ക് ഇഷ്ടം പോലെ കിട്ടി. നമുക്ക് യൂസഫ് കമന്റ് ചെയ്തോളി കേട്ടോ. കഴിഞ്ഞിട്ടില്ല കേട്ടോ. പാക്കണേത്തെ കൊടംപുളി ഇട്ട മീൻ കറിയുണ്ട്. കറി ഉണ്ടായിക്കോട്ടെ. ഒരു ചട്ടി കൂട്ടുണ്ടാക്കാനാണ് എന്റെ തീരുമാനം. കറി കുറയാൻ പാടില്ല. പുളിന്റെ 4 ഇല ചാടിൻ്റെ അടുത്ത് പോയി. അപ്പൊ ഇനി ഇതൊന്ന് വെട്ടി തിളക്കട്ടെ കേട്ടോ. തിളച്ചിട്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ ബ്രേക്കില് അമ്മ? രണ്ടാളും കൂടി പാട്ടടിക്കൊള്ളു. രണ്ടാളും പാട്ടെടുത്ത വേഗം തീരുമ്പോ. ആ പാട്ട് അമ്മയ്ക്ക് അറിയോ? അറിയോ? അമ്മയ്ക്കൊരു പാട്ട് ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ആദ്യം ഫസ്റ്റത്തെ ഇതുണ്ടല്ലോ, അതെന്താന്ന് ഇങ്ങോട്ട് വരുന്നില്ല അതിന്റെ ഒരു അത്. അപ്പൊ കണ്ടോ നമ്മളെ അയിലക്കുട്ടികളാണ് കുഞ്ഞനയില. കുഞ്ഞനയില പേര് കുഞ്ഞനാണ്. കുഞ്ഞനയില മക്കൾക്ക് ചെല്ലപ്പേരും കിട്ടി കുഞ്ഞനയില. നാട്ടിൽ തച്ചേരുകളെ അല്ല ഇവരെ കുഞ്ഞാന്ന് കളിക്ക. അതൊക്കെ പക്ഷെ അയിലായിട്ട് പറയണ്ടില്ല. അപ്പൊ അയില യൂസഫ് ആയിക്കോട്ടല്ലേ. ഇവരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മളെ ബന്ധുക്കാരെ എന്ത് അല്ലേ, നമ്മളെ ബന്ധുക്കാരാകുമ്പോ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. എന്നാലും കേക്ക് എന്തായാലും കാണും. ഇവിടുന്ന് തുമ്മിയാ കേക്കും. ഗൾഫ് ആയിക്കോട്ടെ, ഇവിടുന്ന് തുമ്മിയാ കേക്കും പറയും. അപ്പൊ അതൊന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ചിട്ട് മീൻ കൊടുക്കാം. അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഒപ്പം മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗോട്ടഞ്ഞോടഞ്ഞ് നമുക്ക് മുള്ളു മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ എല്ലാം തിളക്കട്ടെ കേട്ടോ. റിഹേഴ്സലാണ് അല്ലേ? മീനാടെ വേവുണ്ട്, ഇവിടെ പാട്ടിന്റെ റിഹേഴ്സല്. ഏതാ ഉറപ്പിച്ച്? കദളി വാഴ കയ്യിലിരുന്നു വന്നിട്ടില്ല. ഇനി പാട്ടും കൂടി ഇജ്ജ് പഠിക്കണ്ട, അല്ലാത്തൊക്കെ എൻ്റെ അടുത്തല്ലേ. ചിത്രം വര, കിളീനുണ്ടാക്കല് ശരിക്കുണ്ടോ? ശരിക്കും പറഞ്ഞില്ല. ശരിക്കും കിട്ടട്ടെ. നമ്മൾ റിഹേഴ്സൽ നോക്കട്ടെ കേട്ടോ. റിഹേഴ്സൽ കഴിഞ്ഞു. ഇത് പൂച്ച വരാൻ അടച്ചിരുന്നു കേട്ടോ. അമ്മേടെ സ്റ്റൂളെന്തേ? നമ്മളെ മീൻകറിന്റെ വെള്ളം കണ്ടോ നല്ലോണം തിളച്ച് മറിയുന്നുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ മീനിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിക്ക്. സ്മെല്ല് എങ്ങനെയുണ്ട്? ഇനി പെട്ടെന്നാവട്ടെ. തിളച്ചതിക്ക് കിടക്കുകൊണ്ടേ ചട്ടി പിടിച്ചതിനെ കുലുങ്ങി കൊടുത്താൽ മതി. ഇത്രേ ഉള്ളൂ കേട്ടോ പരിപാടി, മീൻ പരിപാടി. ഇതിനെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മെല്ലെ ഒന്ന് പൊട്ടി പോകാം മതി.
ഏകദേശം. അടപ്പ് ഇവിടെ കിടക്കണം, അവിടെ കിടക്കട്ടെ. അപ്പം ഇനി എന്താ അടുത്ത പരിപാടി? നമ്മളെ മീൻ കറി വേട്ടോ, ഒരു 5 മിനിറ്റ് തികച്ച് വേണ്ട അല്ലേ. കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിന്ന് വിരുന്നു വിളിച്ചു, വിരുന്നുകാര 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 വന്നാട്ടെ. കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാര 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 വന്നാട്ടെ. മാരനാണി വരുന്നതെങ്കിൽ മധുര പത്തിരി വെക്കണം, മാവു വേണം വെണ്ണ വേണം, പൂവാലി പശുവേ പാൽ തരണം. കൈയ്യട്ടനൊക്കെ ഞങ്ങളുള്ളൂ, നിങ്ങളവിടെ നിന്ന് കൈയടിച്ചുള്ള വീഡിയോ കാണുമ്പോൾ കാണുന്നവര് കൈയടിക്കുക, പ്രോത്സാഹിപ്പിക്കുക, വിജയിപ്പിക്കുക. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഓരോ പാട്ടിട്ടോ. അപ്പൊ നമുക്ക് മീനാവട്ടെ. അപ്പൊ മീനാവണ അപ്പൊ നിങ്ങൾ ഏതാ പാട്ട് പാടണ്ടെന്ന് കമന്റ് ചെയ്യും അല്ലേ, അത് നമ്മളോട് പാടിത്തരും അല്ലേ. പിന്നെ നമ്മൾ ഒന്നുകൂടി പറയണ്ട, നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരെ നമുക്ക് എവിടെ നിന്നൊക്കെ ഒന്ന് അറിയണം. നമുക്കൊരാഗ്രഹമുണ്ട്, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ. അപ്പൊ എല്ലാരും എവിടുന്നുള്ളതെന്നൊന്ന്, എവിടെ സ്ഥലത്തിന്റെ? കുറെ ആള് തൃശ്ശൂരാണ്, എറണാകുളം, കാസർഗോഡ്, കണ്ണൂര്, പത്തനംതിട്ട, കണ്ണൂരിന്നും പാലക്കാടുന്നും കൂടുതൽ നമുക്കുണ്ട്. തൃശ്ശൂർ അങ്ങോട്ട് എല്ലാ ജില്ലയിലും, എല്ലായിടത്തും, മലപ്പുറത്തുനിന്ന് എല്ലായിടത്തും ഉണ്ട്, ഗൾഫിൽ നിന്ന്, സൗദി അറേബ്യ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ എല്ലാരും നമ്മളെ ഈ വീഡിയോ ഇത് ഞാൻ പറഞ്ഞത് കേൾക്കുകയാണെങ്കിൽ എല്ലാരും ഒന്ന് കമന്റ് ഇടേ. എന്താ എന്താ പറയുന്നേ, കൊറേ ആൾക്കാർക്ക് നമ്മളെ കമന്റ് വഴി നമ്മൾക്ക് കൊറേ ആൾക്കാരെ നിച്ചുണ്ട്. കാരണം ഒരൈഡി തന്നെ 2 3 ആവുമ്പോ നമ്മള് പഠിക്കുമല്ലോ, കമന്റ് ഇടുമ്പോ ഇതിന്ന ആളാണ് പറഞ്ഞ നമുക്ക് ഞങ്ങൾക്കൊരു സന്തോഷത്തിനാണ്. ചിലപ്പോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങളെ നാട്ടിലേക്ക് ഇങ്ങനെയാണ്, നമ്മൾ ഇവിടെയാണെന്നൊക്കെ കമന്റിൽ അറിയിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾക്ക് അങ്ങനെ ഒരു ഇതാവണില്ല. പക്ഷെ കൊറേ ആൾക്കാരെ നമ്മളെ മനസ്സിൽ പേരുണ്ട്, ആ ഐഡിയ ഏതാണ്. അപ്പൊ അങ്ങനെ ഒന്ന് അറിയാനുള്ളൊരാഗ്രഹം എന്താ, അതുകൊണ്ടാണ് പറയണേ. പിന്നെ കുറെ ആൾക്കാർ നമ്മള് ഫോണായിട്ട് ബന്ധപ്പെടുമ്പോഴും ഇന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ അങ്ങനെ കമന്റ് ഇട്ടേന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വിളിക്കലുണ്ട്. അതുകൊണ്ടൊക്കെ നമുക്ക് ഒരു ഇതായില്ലേ ഇപ്പൊ ഈ ഒരു ജില്ല മൊത്തം നമ്മള് അല്ലേ, ജില്ലല്ല എന്താ പറയാ, കേരളത്തില് ഒട്ടുമിക്ക ആൾക്കാരായിട്ട് ഇപ്പൊ നമുക്ക് ബന്ധം ഉണ്ടെന്ന് തന്നെ. പിന്നെ നമ്മളെന്താ ഷിജീന എന്താ കൂടുതലൊക്കെ വെച്ചാൽ ഫേസ്ബുക്കില്, ഇൻസ്റ്റയില് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാരും അറിയാം. പിന്നെ ഇതിലും ഉണ്ടല്ലോ, 3 കൂടി ആകുമ്പോ എല്ലാരും അറിയും. ഇപ്പൊ തുടങ്ങിട്ടോ ഫേസ്ബുക്കും ഇൻസ്റ്റൊക്കെ നമ്മൾ ഇപ്പൊ തുടങ്ങിയതാണ്. ഇനി നമ്മൾക്ക് കൂട്ടിരിക്കലൊക്കെ ഉണ്ടാവുമ്പളേ, ഇനിയിപ്പോ കേരളത്തിൽ എവിടെയാണെങ്കിലും എത്ര ദൂരത്താണെങ്കിലും പ്രാർത്ഥനയെങ്കിലും ഉണ്ട്. വരാൻ പറ്റാത്തവരൊക്കെ പ്രാർത്ഥിക്കലും ചെയ്യുമല്ലോ. നമ്മളെ വരാൻ അത്രയും പറ്റാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അന്വേഷിക്കാനും നമ്മോട് ഇങ്ങോട്ട് അതിന്റെ കാര്യങ്ങള് കൂട്ടിരിക്കലാവുമ്പോഴല്ലേ അത് നമ്മള് ആഗ്രഹല്ലേ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ തന്നെ നമുക്ക് അയിമിക്കുള്ള ഒരു ശ്രദ്ധയാണ്, ഒരു ചിന്തയാണ്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മളെ മീൻകറി ഇപ്പൊ റെഡിയാവും. അപ്പൊ നമ്മളെ മീൻകറി തുറന്നു നോക്കാട്ടോ, ഇപ്പൊ വെച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. സ്മെല്ലുണ്ട്, തിന്നാൻ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ചോറിന് പറഞ്ഞുതരാം. ചോറ് കേട്ടോ, കുറച്ച് കറിവേപ്പില ഒന്ന് മുകളിൽ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാലും മതി. ഇപ്പൊ നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാം. അതൊന്ന് വാങ്ങി വെക്കട്ടെ. ഇത് ഈ ചട്ടിയിൽ കിടന്ന് കേട്ടോ ഇങ്ങനെ വീണ്ടും തിളക്കുന്നുണ്ട്. അപ്പൊ അത് കുറച്ചേരം ആ കറിവേപ്പിലൊക്കെ പിടിക്കട്ടെ കേട്ടോ, എന്നിട്ട് കഴിക്കല്ലേ. അപ്പൊ കുറച്ചേരം പിടിക്കും. എന്താ പറയണേ, മണ്ണിന്റെ ചട്ടിയിൽ വാങ്ങി വെച്ചാലും തിളക്കും. തിന്നാൻ അവിടുത്തെ ഒന്നുകൂടി ഇങ്ങനെ സെറ്റ് ആയിക്കോളും. ഒരു പ്ലേറ്റ് മോളെ ഉപ്പുവ ഉണ്ടാകും, കുഴപ്പമില്ല. ഉപ്പുണ്ടെങ്കിൽ മതി, ചോറ് വേണ്ട. പപ്പൂസിന് ഓരോതാണ് കേട്ടോ. പപ്പൂസ് ഇപ്പൊ ചോറിനാ, ഇപ്പോൾ ചോറിനായിരിക്കാണ്. നല്ല വെയിലുണ്ടല്ലേ പപ്പൂസന്ന്, നല്ല വെയില. കൊണ്ടുവരാനായോ? എവിടെ എത്തി? സ്പെഷ്യലി പയറുപ്പേരി, നമ്മളെ സ്പെഷ്യൽ മീൻകറി.
ലൈറ്റ് ഇടാം. ഇനി എന്താണ് അപ്പൂസ് കുറച്ച് നേരത്തെ ചോറുണ്ടായിരുന്നു. ഇത്ര വേണ്ട കുറച്ച് നിങ്ങൾ അയലക്കറി ഒന്ന് കൂട്ടി അഞ്ഞുണ്ടോ റേഷൻ ഇവിടെ തരിയുണ്ട് നല്ല അയലക്കറി. ഇപ്പൊ നമ്മള് അയലക്കറിന്റെ റിസൾട്ട് ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്കാക്കാൻ പറഞ്ഞു. ഇതാട്ടോ നിങ്ങൾ തന്നെ കൂട്ടിക്കൊടി ആദ്യം. അപ്പൂസ് കൂട്ടി. അപ്പൂസ് നല്ല രസമുണ്ട് പറഞ്ഞോട്. ഏത് കഷ്ണം? അമ്മ ചോറ് അതിന്റെ ഇടയ്ക്ക് ഒന്ന് കുറച്ച് ഇല്ലല്ല വരുന്നുള്ളൂ. ഇതാട്ടോ ഈ മീൻ്റെ തലേനോടാ കൂടുതൽ കമ്പാട്ടോ. അപ്പൊ ഞാനതിന്റെ തലക്കഷ്ണം മാത്രം. അമ്മക്ക് രാത്രി ബുക്ക് രാത്രി നാമജപ കഴിഞ്ഞിട്ട് അമ്മ മീൻ കൂട്ടുള്ളൂ. എങ്ങോട്ട് എറിയണേ? അമ്മേന്റെ മുന്നിൽ നിന്ന് നമ്മള് ചെയ്യാം. നമുക്ക് കഴിക്കാം. ഭക്ഷണം കഴിക്കണേ. അപ്പൊ നമ്മളിതാ അയില മീനും കൂട്ടി ചോറിനാണ്. എങ്ങനെയുണ്ട് കറി? രസമുണ്ടോ? സത്യമായിട്ട് പറഞ്ഞോളൂ. അമ്മ രാത്രിക്ക് ചിലപ്പോ ചട്ടി ഉണ്ടാവുള്ളൂ. രസല്ലേ മീൻകറി? അടിപൊളി കേട്ടോ. അപ്പൊ നമ്മളെ മീൻകറി ഞങ്ങൾ മാത്രം രസം തീർത്ത് കാര്യങ്ങളൊന്ന് പരീക്ഷ വെക്കോളിട്ട് ഇതുപോലെ. അപ്പൊ രസമുണ്ട് സംഭവം. നമുക്ക് നമ്മളുണ്ടാക്കുമ്പോൾ നമ്മൾ മാത്രം രസം തീർത്ത് കാര്യമില്ല, കഴിക്കണ ബാക്കിയുള്ളവരും കൂടി. പിന്നെ ഇപ്പൊ ഇവിടെ നിന്ന് പറയണ ഇപ്പൊ ഞാൻ ഉണ്ടാക്കി സന്തോഷം അമ്മയും അപ്പൂസും അത് രസമുണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു രസം തോന്നുന്നത് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് രസം ഉണ്ടാവില്ല. അപ്പൊ ഇത് സംഭവം ഇതാണ് കേട്ടോ. അപ്പൊ ഉണ്ടാക്കി നോക്കുക. തക്കാളി അരച്ചിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മള് ചോറിനുമ്പോ ഇങ്ങനെ പറയുന്നത്. അമ്മക്ക് എന്നിട്ട് വേഗം ചോറിനാണ്. അങ്ങനല്ലേ അമ്മ നിർത്തണേ. എന്നാൽ നമുക്ക് പുതിയ വിശേഷമായിട്ട് കാണാം. അപ്പൊ എല്ലാ കുട്ടികൾക്കും ബൈ.